പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ ചില വ്യക്തികൾ പാവപ്പെട്ടവരോട് ചില കരുണ തോന്നും. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെ അവരത് ചെയ്തു കൊടുക്കും. പക്ഷെ ചെയ്തു കൊടുക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് അവർക്ക് ആ വ്യക്തിക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ അവരത് ചെന്ന് വീഡിയോ എടുത്ത് സമൂഹത്തിൽ കാണിച്ച് ഇന്ന ആവശ്യമെന്ന് പറഞ്ഞാലേ കൊടുക്കുള്ളൂ. ആരാണ് പറയുന്നത് എന്നുള്ളത് കണ്ടാലേ അവർക്ക് യഥാർത്ഥത്തിലുള്ള ആനുകൂല്യം ലഭിക്കും. അതുപോലെ ഒരു വ്യക്തി അതുപോലെ ഒരു വ്യക്തി വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ പോയി. കാണാമല്ലോ അല്ലേ? വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ പോയി. അപ്പോൾ അവൾക്ക് വീടില്ല എന്നറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു. ഓമനമ്മക്ക് വാക്കുകളില്ല എന്നുള്ളതാണ്. ഇത് അങ്ങനെ ആവണി മൂട്. അവർക്ക് 12 വയസ്സുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ വെക്കേഷൻ കാലത്ത് ഓടിക്കളിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ മോളെ താലോലിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിപ്പോയി. ഈ 12ാമത്തെ വയസ്സിൽ ഈ ഒരു വീൽ ചെയറിൽ ഇരുന്ന് പോയൊരു മോള്, അവള് ജന്മന ഇങ്ങനെയാണ്. എന്നാലും അവൾക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ, സന്തോഷമല്ലേ അവണി. അവള് ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി അവൾക്ക് നിങ്ങൾ കണ്ടില്ലേ അവിടെ വീടിന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണല്ലോ ഇവരുടെ അടുക്കള അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ പറ്റി ഒരു വ്യക്തി വിളിച്ച് പറയുകയും ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിയുടെ അവസ്ഥ പൊതുസമൂഹത്തോട് കാണിക്കുകയും ചെയ്തു. അതൊരിക്കലും ഒരു തെറ്റല്ല, അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സാണ്. പക്ഷേ അത് കാണുമ്പോൾ ചിലർക്ക് അസൂയ വരും. നിങ്ങൾ എന്തിന് ഇത് കാണിക്കുന്നു എന്നുള്ളത് ചിലർക്ക് വരും. ഈ കുഞ്ഞിൻ്റെ കാര്യം സമൂഹത്തിലൂടെ പരസ്യം ചെയ്തപ്പോൾ നല്ലൊരു എമൗണ്ട് ആ കുഞ്ഞിന് കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചപ്പോൾ നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ വേദനത്തിന്റെ ഒരു ഭാഗം തന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമായപ്പോൾ 15 മണിക്കൂർ കൊണ്ട്, കേവലം 15 മണിക്കൂർ കൊണ്ട് അൽഹംദുലില്ലാ ഏകദേശം 13 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു. ജാതി മതഭേദം തന്നെ ഉദ്യമനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പടച്ച തമ്പുരാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ മണിക്കൂർ കൊണ്ട് 13 ലക്ഷം രൂപയാണ് കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. ഈ വീഡിയോ ഇടാതെ കുറ്റം പറയുന്ന വ്യക്തികൾക്ക് ഇത്രയും ദിവസം ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് വേണമെങ്കിലും ഇതുപോലെ സഹായിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ സഹായിക്കുമ്പോഴാണ് അസൂയ കൊണ്ട് പലരും മുന്നോട്ട് വരുന്നത്. ജാതി മതഭേദമന്യേ ഉദ്യമനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പടച്ച തമ്പുരാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പം നമ്മുടെ കാളിച്ചേട്ടൻ എന്തോ ഒരു വയറിളക്കം. പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കുട്ടിപ്പാടി അതിന്റെ ആ ഒരു ഫലം കളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മളാരും കുട്ടിപ്പാടിയിട്ടില്ലേട്ടാ. അപ്പോൾ പറയട്ടെ, മതത്തെ പറ്റിയുള്ള വിരോധം മനസ്സിൽ വെക്കാതെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും എല്ലാവരും സ്നേഹമുള്ളവരാണ്. ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും സ്നേഹമുള്ളവരാണ്. അതിൻ്റേതായ രീതിയിൽ കാണണം. അവരോർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് ഒരു മനുഷ്യർക്കും മാറി വരാൻ പറ്റില്ല, ഒരു മനുഷ്യരും മാറി വരില്ല. പക്ഷേ മറ്റ് മതസ്ഥരെ പലപ്പോഴും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അവരെ അകറ്റി നിർത്താനും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഹിന്ദുക്കൾ കൂട്ടുകാരായിട്ടുണ്ട്, മുസ്ലിംസ് ഒരുപാട് പേര് കൂട്ടുകാരായിട്ടുണ്ട്, ക്രിസ്ത്യൻസ് നമ്മുടെ ആൾക്കാർ അവരുമുണ്ട്. അപ്പം ഈ എല്ലാവരും കൂടെ വരുമ്പോൾ ക്രിസ്ത്യൻസിനെ മാത്രം ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കുമെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അപ്പം സ്നേഹത്തോടെ മുന്നോട്ട് വരുമ്പോൾ എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റും. ഇവിടെ അദ്ദേഹം ഒരു ഹിന്ദു കുട്ടിക്കാണ് സഹായം ചെയ്തത്. അപ്പോൾ ഹിന്ദു എന്നുള്ള രീതിയിലല്ല അദ്ദേഹം അവിടെ കാണിച്ചത്. അദ്ദേഹത്തിന് ഒരു അമ്മ വിളിക്കുകയും അതിന് പ്രകാരം ആ വീട്ടിൽ ചെന്ന് ആ കൊച്ചിൻ്റെ അവസ്ഥ പറഞ്ഞ് ആൾക്കാർ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലൊരു തുക ആ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലും അല്ല, പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞാലേ ആൾക്കാർ ഇടുള്ളൂ. അതൊരു സത്യമാണ്. ഇപ്പോൾ ആരെങ്കിലും ചുമ്മാ ഒരു പരസ്യം എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ കുട്ടിയെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആരും സഹായിക്കില്ല. അതിനെ പറയേണ്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞ് വളരെ ലളിതമായ രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. അവർക്ക് സഹായിക്കണമെന്ന് തോന്നി സഹായിച്ചു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലെ പലരും ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അവർ ഉടനെ വരും. നിങ്ങൾ എന്തിനിത് പുറത്ത് കാണിച്ച് സഹായിച്ചു, മറ്റുള്ളവരെ അറിയിക്കുന്ന എന്തിന് എന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ പറയുന്ന വ്യക്തികൾ ആരെങ്കിലും സഹായിക്കുമോ? നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങളുടെ മുന്നിൽ പല വ്യക്തികളും വരുന്നുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഇതുപോലെ സഹായിക്കാം. പക്ഷേ സഹായിക്കുകയില്ല. പഴഞ്ചൊല്ലുണ്ട്, പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ
ചില ആൾക്കാർക്ക് ആരും സഹായിക്കാനും വയ്യ, ആരെങ്കിലും സഹായിച്ചാൽ ഒട്ട് ദഹിക്കുകയില്ല. ഇതാണ് ചില മനുഷ്യരുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ മാറേണ്ട കാലം അടുത്തിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ നമ്മൾ അസൂയപ്പെടാതെ മറ്റുള്ളവരെന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. സമൂഹം നന്നാവും.